ഹൈ കൂട്ടരെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. ഇത് ഈ ഡ്രോൺ കണ്ടോ നമ്മൾ? ഇത് മരുന്നടിക്കുന്ന ഡ്രോണാണോ? അതായത് ടാറ്റയുടെ എസ്റ്റേറ്റുകളിലെ തേയിലേക്ക് മരുന്നടിക്കുന്ന ഡ്രോണായിരുന്നു. ഒരു 10-12 ലിറ്റർ മരുന്നേ ഉള്ളൂ, പക്ഷേ അത് ഭയങ്കര ഉപകാരപ്രദമാണ്. ഇപ്പം മനുഷ്യൻ അതിനകത്ത് മരുന്നടിക്കുവാണെങ്കിൽ എത്രയോ ആളുകളുടെ പണിയെടുത്താലാണെന്നറിയാമോ അത് മരുന്നടി നടക്കുന്നത്. ഇതിപ്പോൾ ഏരിയകൾ ഇവനടിച്ച് കവർ ചെയ്തങ്ങ് പോവാം. നമുക്ക് റിമോട്ടായിട്ട് തന്നെ സാധാരണ ഡ്രോൺ നിയന്ത്രിക്കുന്നത് നമുക്ക് ടൈം വെച്ച് തന്നെ നിയന്ത്രിക്കും. ഇഷ്ടമുള്ള ഭാഗങ്ങളെല്ലാം അടിച്ചടിച്ച് നമുക്ക് ഏരിയ എല്ലാം കവർ ചെയ്ത് കടന്നു പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വന്നൊരു കൗതുകം തോന്നി. നേരത്തെ ഹെലികോപ്റ്ററിനൊക്കെ നമ്മൾ റബ്ബറിനൊക്കെ മരുന്നടിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം അതുപോലെ ഒരു ചെറിയൊരു സാധനം വളരെ ഉപകാരപ്രദം. എല്ലാവരും ഇപ്പോൾ ഡ്രോണിൻ്റെ മരുന്ന് തീർന്നുണ്ട്, അതാണ് അവർ ലാൻഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം മരുന്ന് ഒഴിക്കണം. ഏകദേശം 12 ലിറ്റർ മരുന്നാണ് കേട്ടോ അവർ പറഞ്ഞത് ഇതിനകത്ത് ഒഴിക്കുന്നത്. 10 ലിറ്റർ ഉള്ളതാണല്ലോ മരുന്ന് ഒഴിക്കുന്നത്. 10 ലിറ്റർ ഉള്ളതാണ് 12. 6 ലീഫുകളാട്ടോ ഇതിനുള്ളത്. 6 ഫാനുണ്ട് ഇതിന്. 6 ഫാൻ കറങ്ങിയാണ്. 10 ലിറ്റർ ഉള്ളതാണല്ലോ 10 ലിറ്റർ ഉള്ളതാണ് 12. ഞാൻ സ്പീഡിലാട്ടോ ഇത് കവർ ചെയ്ത് പോകുന്ന മരുന്നടിച്ച്. ഒരു 1 ഏക്കറൊക്കെ അടിക്കാനായിട്ടൊരു 15 മിനിറ്റ് സമയം വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഫാസ്റ്റ് സ്പീഡായി അടിച്ചു പോകുന്നത്. നല്ല ഫോഴ്സും ഇലയൊക്കെ കണ്ടോ പറക്കുന്നത്, അതുപോലെ സ്പീഡ്. അതായത് നമ്മൾ നിലത്ത് നിന്നൊരു പമ്പിനടിക്കുന്ന അതേ പവറിലാണ് ഈ സാധനം ചെയ്യുന്നത്. ഒത്തിരി ഉയരത്തിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ പവർ ഉണ്ടാവില്ല. പക്ഷേ ഒരുമാതിരി താന്നടിക്കുവാണെങ്കിൽ എല്ലാ സ്ഥലത്തും വരും. അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇത് പൊങ്ങുകയും പറന്നു പോവുകയും ചെയ്യും. ഇപ്പോൾ മരങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ മേലിൽ കൂടെ തന്നെ കവർ ചെയ്ത് അപ്പുറേ ഇറങ്ങി മരുന്നടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ഉയരുന്നതാണ്. പിന്നെ ബാറ്ററി 12 വോൾട്ടിൻ്റെ അത്യാവശ്യം നല്ല പവർ കൂടിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അവർ പറഞ്ഞ ഒരു എത്ര 2 മണിക്കൂറോ 2.5 മണിക്കൂർ എങ്ങാണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ദിവസത്തിൽ 2 ബാറ്ററി ഉണ്ടെങ്കിൽ മാറി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും കണ്ടപ്പോൾ നമുക്കൊരു താല്പര്യം തോന്നി, അതവിടെ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് ഇതെല്ലാം ഇതിൻ്റെ ലീഫുകളെല്ലാം ചെറുതാക്കാൻ പറ്റും. ഈ വലിപ്പത്തിൽ നിയന്ത്രിക്കുന്നത് ഇതൊരു ചെറിയൊരു മെഷീനാക്കി തരാം. അതായത് അത് ഒടിച്ച് വെക്കാതെ ചെറുതാക്കി. അപ്പോൾ അത് എങ്ങനെയാണ് ചെറുതാക്കി വെക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം വരെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാവുന്നതാണ്. മരുന്നടിയെല്ലാം കഴിഞ്ഞിട്ട് ലാൻഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ ബാറ്ററി ഊരി അവനിനി പൊടിച്ച് നുറുക്കി ചെറിയ പീസാക്കി കയറ്റി വെക്കും. ഇപ്പം കണ്ടോ കേട്ടോ, കൊച്ച ഓടി വന്നേക്കുന്നത് അവൻ്റെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരാഗ്രഹം. അത് കണ്ടിട്ട് അവൻ ഓടി വന്നേക്കുന്നത്. അവൻ റിമോട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കുന്നുണ്ട് ഇതെങ്ങനെ ഇതിൻ്റെ പരിപാടികളെന്ന്. കണ്ടപ്പോൾ അവനും ഒരു ആഗ്രഹം ഇതൊന്ന് പറപ്പിക്കണമെന്ന്. കണ്ടോ കാണിക്കുന്നതാണ്. ഓക്കെ எடுத்துட்டு போவோம். வைக்கணும்னாருன்னா ஐயா விட்டு வச்சுட்டு போயிடுவோம். இல்லை அப்படின்னா